ഗ്വാഡലൂപ്പയിലെ മാതാവിന്റെ പ്രത്യക്ഷീകരണ തിരുനാളിനോടനുബന്ധിച്ച് അമേരിക്കൻ ഭരണസിരാ കേന്ദ്രമായ US ക്യാപിറ്റോൾ മന്ദിരത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം. ഡിസംബർ 12 വ്യാഴാഴ്ച രാവിലെ അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് അമേരിക്കൻ മെത്രാൻ സമിതി പ്രസിഡന്റും US മിലിറ്ററി സർവീസ് അതിരൂപതയുടെ തലവനുമായ മെത്രാപ്പൊലീത്ത തിമോത്തി ബ്ലോഗിയോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂജേഴ്സി പ്രതിനിധി കിസ് സ്മിത്ത് ഉൾപ്പെടെ US കോൺഗ്രസിലെ കത്തോലിക്ക അംഗങ്ങളും ജീവനക്കാരും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടു. ഇവിടെയുള്ള കത്തോലിക്കർക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നുള്ളത് വളരെ കാലമായിട്ടുള്ള തൻ്റെ ആഗ്രഹമായിരുന്നുവെന്നും ഗ്വാഡലൂപ്പ മാതാവ് ഈ ഭൂഖണ്ഡത്തിൻ്റെ സംരക്ഷകയായതിനാൽ മാതാവിൻ്റെ ഈ തിരുനാളാഘോഷം വളരെയേറെ പ്രാധാന്യമുണ്ടെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഈ സ്ഥലത്തിനും ഇവിടെയുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ലഭിച്ച വലിയ അവസരമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ മെത്രാപ്പൊലീത്തയെ ലഭിച്ചത് പങ്കെടുത്തവർക്കും ഈ സ്ഥലത്തിനും ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണെന്ന് ജനപ്രതിനിധിയായ സ്മിത്ത് പറഞ്ഞു. മാതാവിൻ്റെ ഉത്തരീയത്തിൻ്റെ ഒരു പകർപ്പ് തൻ്റെ ഓഫീസിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടെന്നും തന്നെ കാണുവാൻ വരുന്നവരെല്ലാം തന്നെ ഈ ഉത്തരീയത്തെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും തൻ്റെ ഓഫീസിലെ മുഴുവൻ പ്രവർത്തനങ്ങളും പ്രോലൈഫ് പ്രവർത്തനങ്ങളും മാതാവിൻ്റെ മേലങ്കിക്ക് കീഴിൽ സമർപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ ഹൗസ് സ്പീക്കർ നാൻസി പെലോസി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മെത്രാപ്പൊലീത്തയെ കാണുവാനും ദിവ്യകാരുണ്യം സ്വീകരിക്കാനുമുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പെലോസിയുടെ പ്രതിനിധി മെത്രാപ്പൊലീത്തയെ അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം നാൻസി പെലോസിയുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ വിശുദ്ധ കുർബാന കഴിഞ്ഞതിനാൽ ദിവ്യകാരുണ്യം നൽകിയില്ല. ഭ്രൂണഹത്യയെ പിന്തുണയ്ക്കുകയും അതോടൊപ്പം താനൊരു ഭക്തയായ കത്തോലിക്കയാണെന്ന് അവകാശപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് നാൻസി. ഇവർക്കെതിരെ സഭയിൽ നിന്ന് തന്നെ നേരത്തെ എതിർപ്പുയർന്നിരുന്നു. ക്യാപിറ്റോൾ ഹില്ലിൽ ഇതിനു മുൻപും വിശുദ്ധ കുർബാന അർപ്പണം നടന്നിട്ടുണ്ട്. 2023 ഈസ്റ്റർ ദിനത്തിൽ തോമസ് മോർ സൊസൈറ്റി ക്യാപിറ്റോൾ മന്ദിരത്തിലെ സ്റ്റാറ്റ്യൂവറി ഹാളിൽ വെച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു. FBI മെമ്മോയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഈ കഴിഞ്ഞ ജനുവരിയിലും ക്യാപിറ്റോൾ മന്ദിരത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം നടന്നിരുന്നു.